സാഹസിക ടൂറിസത്തിന് പ്രതീക്ഷയേകി ആക്കുളം കണ്ണാടിപ്പാലം തുറക്കുന്നു. മെയ് മാസത്തിൽ തുറന്നു കൊടുക്കാനാണ് ടൂറിസം വകുപ്പിന്റെ തീരുമാനം. ഒരു വർഷം മുൻപ് തന്നെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കിയ പാലത്തിലെ ചില്ലുപാളികളിൽ വിള്ളൽ കണ്ടതിന് പിന്നാലെ ഉദ്ഘാടനം അനിശ്ചിതത്വത്തിലാവുകയായിരുന്നു. പണികൾ പുരോഗമിക്കുന്ന പാലത്തിന് നിലവിൽ NIT സംഘം പരിശോധന നടത്തി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകി കഴിഞ്ഞു. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറെക്കുറെ പൂർത്തിയായി. 70 അടി ഉയരവും 52 മീറ്റർ നീളവുമുള്ള പാലം സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് പ്രിയപ്പെട്ട ഇടമായി മാറുമെന്നാണ് പ്രതീക്ഷ. വേളി ടൂറിസ്റ്റ് വില്ലേജിലും ആക്കുളത്തും എത്തുന്നവർക്ക് പാലത്തിൽ നിന്ന് കാഴ്ചയുടെ പുതിയ അനുഭവം ആസ്വദിക്കാം. പ്രത്യേകതകൾ വേറെയുമുണ്ട് ആക്കുളത്തെ ഈ കണ്ണാടിപ്പാലത്തിന്. കൃത്രിമ മഞ്ഞും മഴയുമുണ്ട്. പാലത്തിൽ പ്രവേശിച്ചാൽ ഉടൻ ചെറിയ ചാറ്റൽ മഴ പെയ്തു തുടങ്ങും. അകമ്പടിയായി മൂടൽമഞ്ഞും, ഒപ്പം കാഴ്ചക്കാരെ ആകർഷിക്കും വിധം ദീപാലങ്കാരം. പ്രൊമോഷൻ കൗൺസിലിന് വേണ്ടി വട്ടിയൂർക്കാവ് യൂത്ത് ബ്രിഗേഡ് എന്റർപ്രണേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് പാലം നിർമ്മിച്ചത്. വാഗമണ്ണിലും വയനാട്ടിലുമുള്ള കണ്ണാടിപ്പാലങ്ങളെ പോലെ എല്ലാ വിനോദസഞ്ചാരികളെയും ഒരുപോലെ ആകർഷിക്കാൻ ആക്കുളത്തെ പാലത്തിനും കഴിയുമെന്നാണ് പ്രതീക്ഷ. ഒരു വർഷം മുൻപ് തന്നെ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായതും ഉദ്ഘാടന തീയതി നിശ്ചയിക്കുകയും ചെയ്തതാണ്. അതിനിടയിലാണ് പാലത്തിന്റെ ചില്ലുപാളികളിൽ പൊട്ടൽ കണ്ടതും നിർമ്മാണ വസ്തുക്കളുടെ ഗുണനിലവാരത്തിലടക്കം സംശയമുണർന്നതും. പൊട്ടലിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് കരാറുകാർ വാദിച്ചെങ്കിലും പിന്നീട് നടന്ന അന്വേഷണത്തിൽ അത് കണ്ടെത്താനായില്ല. നിർമ്മാണ വസ്തുക്കളുടെ ഗുണനിലവാരത്തിൽ ഉൾപ്പെടെ ഒരാശങ്കയും വേണ്ടെന്നും അത് വിദഗ്ധ സമിതി റിപ്പോർട്ടിലടക്കം വ്യക്തമാക്കിയിട്ടുണ്ടെന്നുമാണ് വൈബ് ഭാരവാഹികൾ പ്രതികരിച്ചത്. നിലവിൽ പാലത്തിലെ കണ്ണാടിപ്പാളികൾക്ക് കൂടുതൽ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പരിശോധനകൾ നടത്തിയ NIT സംഘം പാലത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും നൽകി കഴിഞ്ഞു. സന്ദർശകർക്ക് എല്ലാ സുരക്ഷയും ഉറപ്പുവരുത്തിക്കൊണ്ടാണ് കണ്ണാടിപ്പാലം തുറക്കാൻ തയ്യാറെടുക്കുന്നതെന്ന് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ അതോറിറ്റി അധികൃതർ വ്യക്തമാക്കി. മെയ് മാസത്തിൽ തന്നെ ഉദ്ഘാടനം നടത്താനുള്ള അവസാനഘട്ട മിനുക്ക് പണികളിലാണ് കണ്ണാടിപ്പാലം. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.